നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ 8% ചുരുങ്ങുന്നുവെന്നും അതേസമയം തന്നെ മുസ്ലിം ജനസംഖ്യ 43% വർദ്ധിക്കുന്നുവെന്നുള്ള തംബ്നെയിൽ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. ഈ തംബ്നെയിൽ പറഞ്ഞേക്കുന്ന കാര്യം വാസ്തവമാണ്. പക്ഷേ ഇതിൻ്റെ കണക്കുകളിൽ അവർ പറയാത്ത ചില കണക്കുകൾ കൂടി എനിക്ക് അവസാനം ഈ വീഡിയോയിൽ പറയാനുണ്ട്. അതുകൂടി കേട്ടാൽ മാത്രമേ ഇതിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ കണക്കുകൾ കൊടുത്തിട്ടുള്ളത് പ്രൈം മിനിസ്റ്ററുടെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിൽ പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലുള്ളതാണ്. ആ റിപ്പോർട്ട് പ്രകാരമാണ് 43% മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നുവെന്നും ഹിന്ദുക്കളുടെ ജനസംഖ്യ 8% ചുരുങ്ങുന്നു എന്നും പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കാൻ കാരണം ഇത് ഏതാണ്ട് 8-9 മാസം മുമ്പ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷേ ഇത് ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം ഈ പ്രചരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജുഡീഷ്യറിയും രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ നാട്ടിലെ ജനതയും ഒക്കെ എങ്ങനെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ചില വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചർച്ചയ്ക്കെടുത്തതും ഈ കണക്കുകൾ ഒരിക്കൽ കൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനം വരെ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും തന്നെ കേൾക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള വസ്തുതകളിലേക്ക് നിങ്ങളെത്തൂ. ഇതിലിപ്പോൾ ഇത് ചർച്ചയ്ക്കെടുക്കാനുള്ള കാര്യം നമുക്കറിയാം. അലഹബാദ് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ശേഖർ കുമാർ യാദവ് അദ്ദേഹം VHPയുടെ ഒരു സമ്മേളനത്തിൽ വന്ന് സംസാരിച്ചു. അത് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. അവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഡിസംബർ 8-ാം തീയതി അദ്ദേഹം ചില വിവാദ പരാമർശങ്ങൾ നടത്തി. ആ വിവാദ പരാമർശങ്ങളിലൊന്ന് ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ച് മാത്രമേ ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ്. ഭൂരിപക്ഷം ഭരിക്കുമെന്ന് പറയാനാണെങ്കിൽ ഇദ്ദേഹം ഒന്ന് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ല പറഞ്ഞത്, ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് ഒരു ജഡ്ജി പറയുന്നത് വളരെ മോശമാണ്. കാരണം ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ അനുസരിച്ചോ വോട്ടിട്ടോ ഒന്നുമല്ല വിധി പ്രഖ്യാപിക്കേണ്ടത് മുമ്പിൽ വരുന്ന തെളിവുകളുടെയും ഫാക്ട്സുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അത് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതുകൂടാതെ അദ്ദേഹം അതിൽ ചില വിവാദ പരാമർശങ്ങൾ നടത്തി. ഞങ്ങളുടെ ഗീത നിങ്ങളുടെ ഖുറാൻ എന്നാണ്, ഹമാര ഗീത തുമാര ഖുറാൻ എന്നുള്ളതാണ്. ഇനി അതും പോട്ടെ, അതും കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകം എന്ന് പറയുന്നത് മുസ്ലിം കുട്ടികൾക്ക് ഒരു ടോളറൻസ് ഉണ്ടാവില്ല, സഹിഷ്ണുത ഉണ്ടാവില്ല. അതിൻ്റെ കാരണം ഈ മുസ്ലിം കുട്ടികളൊക്കെ കണ്ടു വളരുന്നത് മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നതാണ് എന്നുള്ള വലിയ വിവാദ പരാമർശങ്ങളാണ് നടത്തിയത്. ഇതിന് ശേഷം അദ്ദേഹത്തെ ഡിസംബർ 17-ന് തന്നെ സുപ്രീം കോടതിയുടെ 5-അംഗ കൊളീജിയം വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് വാക്കുകളിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തണം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊക്കെ തന്നെ ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാവും, ജുഡീഷ്യറിയിലുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ആ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് സംസാരിച്ചത് എൻ്റെ വാക്കുകൾ മാധ്യമങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്തതാണ്, വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചെങ്കിലും ഇന്ന് അദ്ദേഹം വീണ്ടും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ചില ഒരു രാഷ്ട്രീയമായിട്ടുള്ള പരിതസ്ഥിതികളാണ്. ആ പരിതസ്ഥിതികളുടെ ഭാഗമായി നമുക്കറിയാം, മറ്റേ പരംപൂജ്യനായിട്ടുള്ള, അങ്ങനെയാണ് സാധാരണ വിളിക്കുക, പരംപൂജ്യനായിട്ടുള്ള ശ്രീ മോഹൻ ഭഗവത്, അദ്ദേഹം RSSൻ്റെ സർസംഘചാലകാണ്. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ചില ആളുകളൊക്കെ ഹിന്ദുക്കളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരാണ് എല്ലാ മോസ്കുകൾക്കടിയിലും ക്ഷേത്രമുണ്ടോ എന്ന് തിരയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്, അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവും സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിരിക്കുന്നു. കാരണം പൊതുവെയുള്ള ജനഹിതം BJPക്കും നരേന്ദ്രമോദിക്കുമൊക്കെ അനുകൂലമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, RSSൻ്റെ പിടിവിട്ടുപോകുന്ന രീതിയിൽ ഈ ഹിന്ദുത്വ ഐഡിയോളജി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൻ്റെ ചാമ്പ്യനായി നേരത്തെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ UP മുഖ്യമന്ത്രിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്നൊക്കെ അറിയാം. ഈ യോഗി ആദിത്യനാഥ് ഈ ജഡ്ജിയുടെ വാക്കുകളെ ഏറ്റവും ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവത് തന്നെ മാറ്റി പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു വാചകം എന്ന് പറയുന്നത്, അയോധ്യയിൽ രാമക്ഷേത്രം പണിത ദിവസം, അതായത് ജനുവരി 22-ന് രാമക്ഷേത്ര പണി പൂർത്തിയായി സമർപ്പണം നടത്തിയ ദിവസം, ആ ദിവസമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതെന്നും വൈദേശികമായിട്ടുള്ള നിരവധി ആക്രമണങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം അതാണെന്നും അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനം അതായി ആചരിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു അധികാരം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഇപ്പോഴാണെന്നാണ്. ഇനി ഇത് ഏറ്റവും ആദ്യം പറയുന്ന ആൾ മോഹൻ ഭാഗവത് മാത്രമല്ല, മോഹൻ ഭാഗവത്തിന് മുമ്പ് തന്നെ നമുക്കറിയാലോ കങ്കണ റണൌത്ത് എന്ന് പറയുന്ന നടി, അവർ മോദിയെ കൂടി ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് 2014 എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇനി ഇതിനെല്ലാറ്റിനും ഉപരി രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ, അതായത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത് അഹിംസ കൊണ്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും പകരം ഇത് ആയുധമെടുത്ത് പോരാടിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ പേടിച്ച് ഇന്ത്യ വിട്ടു പോയതെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവുകൾ സൃഷ്ടിക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈവൻ ജുഡീഷ്യറിയിലെ ചില ആളുകൾക്ക് പോലും വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഇനി ഇതിനേക്കാൾ മുമ്പ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബാംഗ്ലൂരിൽ കർണാടകത്തിലെ ഒരു ജഡ്ജിയാണ് ചില ആളുകളോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ചില പ്രദേശങ്ങളെ പാകിസ്ഥാനെന്നും വിളിച്ചത് അന്നേരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷങ്ങളായി ഏതാണ്ട് 1-2 കൊല്ലമായി അല്ലെങ്കിൽ കഴിഞ്ഞ 10-20 കൊല്ലമായി നടക്കുന്ന വലിയ പ്രചാരണങ്ങളാണ്. ആ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ കണക്കുകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ കണക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 43% മുസ്ലിം പോപ്പുലേഷൻ വളരുന്നുവെന്നും 8% ഹിന്ദു പോപ്പുലേഷൻ ചുരുങ്ങുന്നുവെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുടെ ഉള്ളിൽ ഒരു ഭയം വിതക്കാനും ഇത് ഭാവിയിൽ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറുമോ എന്നുള്ളൊരു ചിന്ത വളർത്താനും സഹായിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ പറയാത്ത കണക്കുകളും യാഥാർത്ഥ്യവും എന്താണെന്ന് പരിശോധിക്കാം. ഇങ്ങനെ കടക്കൽ കത്തിവെച്ചുകൊണ്ടും അതിൻ്റെ റൂട്ടുകളിൽ തന്നെ മരുന്നൊഴിച്ച് കരിച്ചു കളഞ്ഞുകൊണ്ടും മാത്രമേ ഇത്തരം പ്രചരണങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രചരണങ്ങൾ കറക്റ്റാണ്. കണക്കുകൾ എടുത്തു നോക്കിയാൽ, ഡാറ്റാബേസ് എടുത്തു നോക്കിയാൽ. കാരണം 1950 ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 84%, അതായത് 84.6% യഥാർത്ഥത്തിൽ ഹിന്ദുക്കളായിരുന്നു എന്ന് നമുക്ക് കാണാം. ആ 84.6% ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ 2015 വരുമ്പോൾ അത് 78.06% ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 7.82%, ഏതാണ്ട് 8%-ത്തിനടുത്തേക്ക് ഹിന്ദുക്കളുടെ ജനസംഖ്യ ചുരുങ്ങിയിരിക്കുന്നു, കുറവായിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. രണ്ടാമത്തേത് മുസ്ലിം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 1950 അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 9.84% മുസ്ലിം ജനതയുടെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ 2015 എത്തുമ്പോൾ 14.09 തീരുന്നു. ഇതിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, 2011 വരെ നമുക്ക് ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുള്ളൂ. പക്ഷേ 2015 കണക്ക് എങ്ങനെ എടുത്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഏകദേശം ശരിയാണെന്ന് തന്നെ വിചാരിക്കുന്നു. 2015 14.09% എന്ന് പറഞ്ഞാൽ 4.25%, അതായത് 9.84% ഉണ്ടായിരുന്നത് 4.25% വർദ്ധിച്ചുകൊണ്ട് മുസ്ലിം പോപ്പുലേഷൻ 14.09% മാറിയിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 9.84 നിന്നും 43% വർധനവാണ് 14.09 ഉണ്ടായിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഭാവിയിലേക്ക് ഒരു മുസ്ലിം രാഷ്ട്രമാകുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ അത് വെറും അകാരണമായ ഭയപ്പെടുത്തലാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. ഇതേ ഭയപ്പെടുത്തൽ തന്നെയാണ് ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക്, കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് വിഭവങ്ങൾ എടുത്തു കൊടുക്കുകയാണ്, ഹിന്ദുക്കളുടെ താലിമാല വരെ പൊട്ടിച്ചു കൊടുക്കുമെന്നുള്ള നിലക്കുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായതും അപ്പോഴാണ്. ഇനി നമുക്കിതിൻ്റെ വിശദമായ കണക്കുകളിലേക്ക് വരാം. യഥാർത്ഥത്തിൽ നമ്മുടെ പോപ്പുലേഷൻ എന്താണ് സംഭവിക്കുന്നത്? അത്ര വലിയ വളർച്ചയും അത്ര വലിയ തളർച്ചയും ഹിന്ദു മുസ്ലിം പോപ്പുലേഷനിൽ ഉണ്ടാകുന്നുണ്ടോ? 1951 ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 84.1%. അത് 1971 വരുമ്പോൾ 83.5%. 1981 വരുമ്പോൾ 82.7%. അതിനുശേഷം 1991 വരുമ്പോൾ 82.3%. ഇങ്ങനെ ഗ്രാജ്വലി ഒരു ഗ്രാഫിക്കലി കുറഞ്ഞാണ് വരുന്നത്. 2011 വരുമ്പോൾ 79.8%. അതാണ് നിലവിലുള്ള കണക്ക്. പക്ഷേ 2015 വരുമ്പോൾ എക്കണോമിക് കൗൺസിൽ എങ്ങനെയാണ് കണക്കെടുത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ പറയുന്നത് 78.6% ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 84.11 നിന്ന് തീർച്ചയായും ഇങ്ങോട്ട് വരുമ്പോൾ 78.6% ചുരുങ്ങിയിട്ടുണ്ട്. കറക്റ്റാണ്. ഇനി മുസ്ലിം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ എന്താണ്? 9.34 എന്ന് പറയുന്ന ഒരു ശതമാനത്തിൽ നിന്നും 9.84 എന്ന് പറയുന്ന ശതമാനത്തിൽ നിന്നും 1951 9.84 1971 വരുമ്പോൾ 11.2%. 81 വരുമ്പോൾ 11.8%. അത് കൂടി 2011 വരുമ്പോൾ 14.2%. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് 14.09%. ശരിയായിരിക്കാം. 14.2%, 14.09% എന്നുള്ളത് കണക്ക് 14%, 14.09% എന്നുള്ളതും കറക്റ്റായിരിക്കാം.
ഈ കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, ഈ പറയുന്ന പോപ്പുലേഷനിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് മാത്രമല്ല കണക്കുകൾ, ബാക്കി ഇതിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന മറ്റ് കണക്കുകൾ കൂടി അറിയണം. അത് യഥാർത്ഥത്തിലുള്ള പോപ്പുലേഷൻ കോടികളിലാണ് നമ്മൾ പറയുന്നത്. 1950 പോപ്പുലേഷൻ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 30.4 കോടിയാണ്. 30.4 കോടിയാണ്. 1961 വരുമ്പോൾ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, 36.7 കോടിയാണ്. 1971 വരുമ്പോൾ അത് 46.3 കോടിയാണ്. 1981 56.2 കോടിയാണ്. 1991 അത് 69 കോടിയാണ്. 2011 വരുമ്പോൾ അത് 96.6 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 1950 മുതൽ 30.4 കോടി ഉണ്ടായിരുന്നതിൽ നിന്നും നമ്മൾ 96.6 കോടിയായി ഹിന്ദു ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം തോന്നില്ല, പക്ഷേ പെർസെൻറ്റേജ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം തോന്നുക. ഇനി മുസ്ലിം പോപ്പുലേഷൻ കാര്യത്തിൽ 1950 ഉണ്ടായിട്ടുള്ളത് 3.5 കോടിയാണ്, 3.5 കോടിയാണ്. 1961 4.7 കോടിയാണ്. 71 6.1 കോടിയാണ്. 81 8 കോടിയാണ്. 91 10.81 കോടിയാണ്. 2011 17.2 കോടിയാണ്. അപ്പോൾ അങ്ങനെ ജനസംഖ്യയിൽ ഹിന്ദുക്കളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് കുറച്ചും കൂടി കൂടുതൽ യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യക്കാണ്. പക്ഷേ 96.6 കോടിയും 17 കോടിയും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയാം. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മുസ്ലിം ഭൂരിപക്ഷമൊന്നും ആകാൻ പോകുന്നില്ല എന്നും ഇത് കേൾക്കുന്ന മതാന്തതയൊന്നും ബാധിച്ചിട്ടില്ലാത്ത സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ഇതിൻ്റെ അടിസ്ഥാനപരമായ റീസണുകളിലേക്ക് കൂടി പോകണം. ആ റീസൺ എന്താണ്? നമ്മുടെ അടുത്തൊരു ഫെർട്ടിലിറ്റി റേറ്റ് എന്താണ് എന്നുള്ളത് കൂടി നോക്കണം. അതായത് ആവറേജ് ഈ പറയുന്ന പോലെ ആളുകളുടെ ഒരു ഉൽപ്പാദന ശേഷി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫെർട്ടിലിറ്റി റേറ്റിൽ 1992 ഒരു ആവറേജ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 92 എല്ലാ ഇന്ത്യൻ സ്ത്രീകളുടെയും ഫെർട്ടിലിറ്റി റേറ്റ് 3.4 ആണ്. അതേസമയം 1992 3.4 ആണ്. പിന്നീട് 2005 വരുമ്പോൾ അത് 2.7 ആണ്. 2015 വരുമ്പോൾ 2.2 ആണ്. 2019 വരുമ്പോൾ 2 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഗ്രാജ്വലി 3.4 നിന്നും കുറഞ്ഞു വരികയാണ്. 1992 3.4 ആണ്. 98 ആകുമ്പോഴത്തേക്കും അത് 2.8 ആവും. പിന്നെ 2019 എത്തുമ്പോൾ അത് 2 ആയി കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഫെർട്ടിലിറ്റി റേറ്റ് കുറയുകയാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയാണ് എന്ന് ചുരുക്കം. ഇനി ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ആവറേജ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതെങ്കിൽ, ഇനി നമുക്ക് ഒരു മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അത് കൂടുകയാണോ കുറയുകയാണോ നോക്കാം. മുസ്ലിമിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 4.4 ആയിരുന്നു മുസ്ലിം വനിതകളുടെങ്കിൽ, പിന്നീട് വരുമ്പോൾ അത് 3.6 ആണ് എന്നുള്ളത്. 1998 3.6 ആണ് എന്ന് പറഞ്ഞാൽ 3.6 ആണ്. 2005 വരുമ്പോൾ 3.4 ആണ്. 2015 2.6 ആണ്. 2019 2.4 ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ശരാശരിയേക്കാൾ 1992 ഉയർന്നു നിന്നിരുന്ന 4.4 എന്ന് പറയുന്ന ഫെർട്ടിലിറ്റി റേറ്റ് 2019 എത്തുമ്പോൾ 2.4 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആവറേജുമായിട്ട് ജസ്റ്റ് 0.4 വ്യത്യാസമേ ഉള്ളൂ എന്ന് ചുരുക്കം. ഇനി ഹിന്ദുക്കളുടെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കൂടി നമുക്ക് നോക്കാം. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1992 തന്നെ അത് ഇന്ത്യൻ ഫെർട്ടിലിറ്റി റേറ്റുമായി നോക്കുമ്പോൾ, ഇന്ത്യയുടെ ആവറേജ് ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുമ്പോൾ 3.4 നോക്കുമ്പോൾ 0.1% കുറവാണ്. അതായത് 3.3 ആണ്. 98 വരുമ്പോൾ അത് 2.8 ആണ്. 2005 വരുമ്പോൾ 2.6 ആണ്. 2015 വരുമ്പോൾ 2.1 ആണ്. 2019 വരുമ്പോൾ 1.9 ആണ്. എന്ന് പറഞ്ഞാൽ 2019 മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് 2.4ഉം ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് 1.9ഉം ആണ്. എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസം മാത്രമേ അത് തമ്മിലുള്ളൂ. ഒരു 0.5 വ്യത്യാസം മാത്രമേ അവർക്കുള്ളൂ എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഈ പറയുന്ന പോലെ ജനസംഖ്യാ വർധനവ് ഇനി മുസ്ലിംസിനോ ഹിന്ദുക്കൾക്കോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കൂടി നിങ്ങൾ അറിയണം. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി തീരുമാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി റേറ്റ് അല്ല എന്നുള്ളത് കൂടി അറിയണം. കാരണം ഇതിൻ്റെ കാര്യം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം 2006 തന്നെ മുസ്ലിം ജനവിഭാഗം അനുഭവിച്ചിരുന്നത്, നമ്മൾ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അതിശയോക്തി തോന്നും, കേരളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കുന്നില്ല, അവർ കുറച്ചുകൂടി സാമൂഹികമായി സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല. 31% പേർ ബിലോ പോവർട്ടി ലൈൻ, അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് 2006 എഴുതുമ്പോൾ.
അതിനുശേഷം നമുക്കറിയാം 25% മുസ്ലിം ചിൽഡ്രൻസും 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു കാര്യം, അവർ ഒന്നുകിൽ സ്കൂളിൽ പോകാത്തവരോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നവരോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഫിനാൻഷ്യലിയും സാമൂഹികമായിട്ടൊക്കെ വലിയ താഴേക്കിടയിലുള്ള ചുറ്റുപാടുകളിൽ നിന്നതുകൊണ്ടാണ് 1991 അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് 4.4 ആയിരുന്നത്. ഇപ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ടത് കൊണ്ടാണ് ആ ഫെർട്ടിലിറ്റി റേറ്റിൽ 2.4 ആയി കുറഞ്ഞിട്ടുള്ളതും എന്ന് നമുക്ക് കാണാം. ഇനിയും അത് കുറയാനാണ് സാധ്യത എന്നുള്ളത് കൂടി നമുക്ക് കാണാം. ഇനി ഇത് പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലുള്ള വലിയ തോതിലുള്ള ഈ റേഷ്യോ എത്രയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഹിമാചൽ പ്രദേശിൽ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് 95% ഹിമാചൽ പ്രദേശിലെ പോപ്പുലേഷൻ ഹിന്ദുക്കളാണ്. ഹരിയാനയിലേത് 87% ആണ്. ഉത്തരാഖണ്ഡിലേത് 83%, ആന്ധ്രാപ്രദേശിലേത് 88%, ഉത്തർപ്രദേശിലേത് 80%, മധ്യപ്രദേശിലേത് 90%, മഹാരാഷ്ട്രയിലേത് 80%, തമിഴ്നാട്ടിലേത് 88%, ആസാമിലേത് 61%, കേരളം പോലൊരു സ്റ്റേറ്റിൽ പോലും 55% ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം പോപ്പുലേഷൻ 43% വർദ്ധിക്കുന്നുവെന്നും ഹിന്ദു പോപ്പുലേഷൻ 8% ചുരുങ്ങുന്നു എന്നൊക്കെ പറയുന്ന ഭീതി വളർത്തുകയും ഇത്തരത്തിലുള്ള നിരവധി ഇൻഫർമേഷൻസ് പരത്തുകയും ചെയ്തതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ശേഖർ കുമാറിനെ പോലെയുള്ള അലഹബാദ് ഹൈക്കോടതി ജഡ്ജി മുതൽ കങ്കണ റണവത്ത് മുതൽ ഈ പറയുന്ന RSSൻ്റെ സർസംഘചാലകരിൽ വരെ ഇന്ത്യയിൽ നിന്ന് വളരെ ധൈര്യത്തോടു കൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം തന്നെ മാറ്റണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും തമാശയായി എടുക്കേണ്ട കാര്യങ്ങളല്ല. ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അവിടെ നോട്ടുകളിൽ നിന്ന് മുജീബ് റഹ്മാൻ്റെ ഫോട്ടോ നീക്കി ഇപ്പോൾ മുജീബ് റഹ്മാൻ രാഷ്ട്രപതി അല്ലാതായി മാറുന്ന കാഴ്ചയുണ്ടായി. ഇനി സ്വാതന്ത്ര്യ ദിനവും അവർ മിക്കവാറും മാറ്റിയേക്കാം. ഇത്തരത്തിൽ ഒരു രാജ്യത്തെ അങ്ങനെ തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗവും അജണ്ടയുമാണ്. അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ജുഡീഷ്യറിയിലേക്കും മറ്റ് സംവിധാനങ്ങളിലേക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ല.